UAE-യിൽ ശക്തമായ മഴ തുടരുകയാണ്. ദുബൈയിലെ ഭൂരിഭാഗം റോഡുകളും വെള്ളക്കെട്ടിലായതോടെ ഗതാഗതം താറുമാറായി. നിരവധി വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി. 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് UAE-യിൽ പെയ്തത്. മഴക്കെടുതിയെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും ദുബായിലേക്കുള്ള 4 വിമാനങ്ങൾ റദ്ദാക്കി. ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിൽ രാജ്യമെമ്പാടും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ബുധനാഴ്ച പകലും 7 എമിറേറ്റുകളിലും ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ മലയോര പ്രദേശങ്ങളിലെ വാദികളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. പ്രധാന റോഡുകളും ഹൈവേകളും വെള്ളം കയറിയ നിലയിലാണ്. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ നഗരങ്ങളെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടിൽ തുടരുന്നു. ദുബായ് മാൾ ഓഫ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മെട്രോ സർവീസുകൾ റദ്ദാക്കി. ദുബായ് വിമാനത്താവളത്തിലും വെള്ളം കയറിയതിനാൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മഴ തുടരുന്നതിനാൽ ദുബായിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള വിമാനങ്ങളും പുറപ്പെടുന്നില്ല. റാസൽ ഖൈമ വാദിയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരാൾ മരിച്ചു. 40 വയസ്സുള്ള UAE സ്വദേശിയാണ് മരിച്ചത്. സ്കൂളുകളുടെ പ്രവർത്തനം ഓൺലൈനാക്കി. സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ബുധനാഴ്ചയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അധികൃതർ അനുമതി നൽകി. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി UAEക്ക് പുറമെ ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും മഴ അതിശക്തമായി തുടരുകയാണ്. ഗൾഫ് മേഖലയിലെമ്പാടും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.